ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ഹേതന് എഴുന്നേറ്റ് വരുന്നതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരും പള്ളിയിൽ പോയതായിരുന്നു. അപ്പോൾ ഞാനും ഹേതന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഞാൻ അടുക്കളയിലൊക്കെ കയറാതെ അതിനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വിളിക്കാതെ അവനെ ഇറങ്ങാൻ നോക്കും. അപ്പോൾ താഴെ വീണാതെന്ന് പേശാൻ അവനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ അവനെ എഴുന്നേറ്റിട്ടായാലും അവൻ്റെ ഉറക്കം മതിയായിട്ടില്ല. അപ്പോൾ അവനെ എഴുന്നേക്കണോ വേണ്ടിയോ എന്നൊക്കെ ഓർത്ത് ഓരോ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കിടന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ആശാനം എഴുന്നേറ്റ് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കി ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ അടുക്കളയിൽ കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവന് എഴുന്നേറ്റ് വന്നിട്ട് ഇവന് നമ്മൾ ചായ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. രാവിലെ ചായ കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ ഇച്ചിരി വെള്ളം കൊടുക്കും കേട്ടോ. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുക്കും. ആ വെള്ളം അവന് ചിലപ്പോഴേ കുടിക്കുള്ളൂ കേട്ടോ. ഒരു മൂടാണ് ആശാന്. ഇതിപ്പോൾ എഴുന്നേറ്റ് വന്നതിൻ്റെ സ്നേഹപ്രകടനമാണ് കേട്ടോ. വന്നു കഴിയുമ്പോൾ ഭയങ്കര സ്നേഹപ്രകടനമാണ്. പക്ഷേ അപ്പോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് ഇറങ്ങി നടക്കാനൊക്കെ വലിയ മടിയാണ് കേട്ടോ. രാവിലെ നമ്മളിങ്ങനെ കുറച്ചേരം എടുത്തുകൊണ്ട് നടന്ന് അവൻ്റെ കൂടെ നിന്ന് കളിക്കുകയൊക്കെ വേണം. അത് കഴിഞ്ഞാൽ അവനെ നോക്കിയേ വരുള്ളൂ. കാരണം രാവിലെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അവനിപ്പോൾ അതൊരു ശീലമായിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റത് എൻ്റെ മടി കയറി ഇരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ അവൻ്റെ കൂടെ ഇപ്പോൾ രാവിലെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് അവൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ കളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് ജനിച്ചിട്ട് വെള്ളം അവന് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പക്ഷേ വെള്ളം നമുക്ക് കാര്യമായിട്ട് കുടിച്ചില്ല. അവനിപ്പോൾ മഴയാണെങ്കിൽ എന്തായാലും മുറ്റത്തോടെ ഇറങ്ങി നടക്കാനാണെങ്കിൽ അവന് യാതൊരു മടിയില്ല കേട്ടോ. ഇറങ്ങി നടന്നോളൂ. അപ്പോൾ കുറച്ചുകൂടെ ഞങ്ങൾ മുറ്റത്തൊക്കെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാൽ അവന് ഞാൻ രാവിലെ ഒരു പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏത്തപ്പഴം. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. മുറ്റത്തോടെയാണ് ഞാൻ നടന്ന് നമുക്ക് കൊടുക്കാൻ എളുപ്പമാണ്. അവൻ ചിലപ്പോൾ കാഴ്ചയൊക്കെ കണ്ട് ചിലപ്പോൾ കുറച്ചൊക്കെ കഴിക്കും. ഭക്ഷണം കൊടുക്കാനാണ് നമുക്ക് നല്ലൊരു സമയം വേണ്ടത്. എന്തായാലും ഒരു മണിക്കൂറിന് മേലെ എടുക്കട്ടെ അവനൊന്ന് ഭക്ഷണം കൊടുത്ത് നമ്മൾ വരുമ്പോഴത്തേനും. കാരണം നമ്മൾ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവർ കളിക്കാൻ വേണ്ടിയിട്ടും ഓരോന്ന് പറക്കാനൊക്കെ ആയിട്ട് ആ വഴിക്ക് പോകും. പിന്നെ ഇവനാണെങ്കിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് തുപ്പി കളയുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ കാര്യമായിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ പുറത്ത് നിങ്ങൾ കാര്യമായിട്ട് അവനൊന്നും കഴിച്ചിട്ടുണ്ട്. ആകെ 2 പാ പഴമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലത്തെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഭാര്യ അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരി നമ്മൾ നല്ലോണം ഒരു 3-4 തവണ വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് പിന്നെ ചൂടുവെള്ളത്തിനും കൂടെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലേ അതിൻ്റെ കളറൊക്കെ നല്ലോണം ഒന്ന് പോകത്തുള്ളൂ. അപ്പോൾ അരി നല്ലോണം കഴുകിയെടുത്ത് ഇങ്ങനെ അടുപ്പിൽ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ അരി കഴുകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴുകി ചെല്ലുമ്പോഴത്തേനും വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ അരിയൊക്കെ കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹേതനെ ഓർക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഹാളിൽ തന്നെ ജസ്റ്റ് കയറിനൊരു തൊട്ടി കെട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് അടുക്കളയിലൊക്കെ നിൽക്കുമ്പോഴെല്ലാം ഇവന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഹാളിൽ തന്നെ തൊട്ടി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിട്ട് രാവിലെ ഒരു എന്തെങ്കിലും കഴിച്ച് കഴിയുമ്പോൾ കുറച്ചേരം കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ അവൻ ഉറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി അടുക്കളയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീൻസ് ജസ്റ്റ് അരിഞ്ഞെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു വെല്ലുള്ളിയും അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീൻസിനും വെല്ലുള്ളിയും പിന്നെ നമ്മൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ജസ്റ്റ് അതിനകത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ വറവിടുമ്പോൾ തന്നെ കടുകൊന്നല്ലായിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് വറവിട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതിനകത്ത് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരം ഇച്ചിരി മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തത്. ഈ നമ്മൾ വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ഇച്ചിരി ചതച്ചിട്ടാണ് നല്ലതാണ് മുളക് പൊടിക്ക് പകരം. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ട് മീൻ തീര വെക്കാൻ വേണ്ടിയിട്ട് മീൻ വെട്ടി തലേദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് അതൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി പിന്നെ നമ്മളതിന് ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയുള്ളിയായാലും ചെറിയ ചെറിയുള്ളിയാകുമ്പോൾ നമുക്ക് അരിയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞു ചെറിയുള്ളിയാണ്, അത് മുഴുവത്തോടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ജസ്റ്റ് ഒന്ന് തോലുകളൊന്നും എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അരിഞ്ഞില്ല, നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളകും കീറിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം കൂടെ ഒന്ന് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അരപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കിയതിന് ശേഷം ഞാൻ ഹേതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറുക്കിനകത്തേക്ക് ഞാൻ അമൃതം പൊടി കൂടെയാണ് കുറുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലത്തെ ഏത്തപ്പഴം പുഴുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അവൻ അതങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് ഇച്ചിരി പാല് കൂട്ടി മിക്സിക്കകത്ത് അടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് തന്നെ അവന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തലയിലൊക്കെ എണ്ണ വെച്ച് ജസ്റ്റ് മേത്തൊക്കെ ഒന്ന് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എല്ലാ ദിവസവും നമുക്കങ്ങനെ എണ്ണ തേപ്പിച്ച് നിർത്താനുള്ള സമയമൊന്നും കിട്ടാറില്ല.
പക്ഷേ ആഴ്ചയിൽ ഒന്നൊക്കെ ഇച്ചിരി എണ്ണയൊക്കെ തേപ്പിച്ച് മേത്തൊക്കെ എണ്ണ ഒഴിപ്പിച്ച് കുറച്ച് നേരം നിർത്തിയിട്ടൊക്കെ കുളിപ്പിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും സ്കിന്നിനൊക്കെ നല്ലതാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഏകദേശം നനഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അവനുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറുക്ക് കൊടുക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചേരം മുറ്റത്തോടെയൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്തായാലും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചേരം മുറ്റത്തോട് നടക്കാനും പറ്റി. അപ്പോൾ അവൻ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് തിരിച്ച് നമ്മൾ കയറി വരുമ്പോഴത്തേക്കും നമ്മൾ ആകെ മടുത്തിട്ടുണ്ടാവും കേട്ടോ. കാരണം നമ്മൾ ഇവരുടെ പുറകെ ഇങ്ങനെ ഓടിയിട്ട് ഇവർക്ക് പക്ഷേ അത് ഭയങ്കര രസമാണ്, പുറത്തിറങ്ങുന്ന സമയം കൊണ്ട് ഓടി പാഞ്ഞ് നടക്കുക എന്നുള്ളത്. ഫുഡൊക്കെ കൊടുത്ത് വരുമ്പോൾ നമുക്കാകെ വിശക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അവനെ ഫുഡൊക്കെ കൊടുത്ത് എന്തായാലും ഫുഡ് മേത്തോടെയൊക്കെ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് കഴിച്ച് കയറ്റി കഴിയുമ്പോഴത്തേനും ഒരു ചായയൊക്കെ കുടിക്കും കേട്ടോ. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേനും എന്തായാലും വിശക്കാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്തൊരു ചായ കുടിക്കും. ചായ കുടിക്കുന്ന അധികം നല്ലതൊന്നുമല്ല, പക്ഷെ നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മൾ ഇടക്കാലാശ്വാസം പോലെ അത് കുടിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം മുറ്റത്തോടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴ പെയ്തപ്പോൾ പിന്നെ പെരയ്ക്കകത്തേക്ക് കയറി. അപ്പോൾ ഉച്ചയാവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. പിന്നെ അടിച്ചു വാരലും പരിപാടിയൊക്കെ ആയിരുന്നു, പെയിൻറ്റിങ്. അതിപ്പോൾ ഇവൻ ഉറങ്ങാതെ നമുക്ക് നടക്കത്തില്ല. അപ്പോൾ ഇവൻ ഉറങ്ങാനാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. രാവിലെ കുറച്ച് നേരം ഉറങ്ങിയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഒരാളെന്തായാലും അവൻ്റെ കൂട്ടിയിരുന്ന് ഇങ്ങനെ കളിക്കണം കേട്ടോ. ഒറ്റയ്ക്ക് കളിക്കുന്ന പരിപാടിയൊന്നുമില്ല അവന്. അപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഒന്ന് കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ മക്കളുള്ള എല്ലാ വീട്ടിലെ അമ്മമാരുടെ അവസ്ഥ തന്നെയായിരിക്കും. മക്കൾ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുക, അല്ലാത്ത സമയത്ത് അത് അവരെ നോക്കി ഇതുപോലെ അവരുടെ കൂട്ടി ഇരുന്ന് കളിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം സൈഡായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.